أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير لكم وأن تصوموا خير لكم إن كنتم تعلمون. وقال النبي صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഈ നിമിഷം വരെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും വീഴ്ചകളെയും റഹ്മാനായ റബ്ബ് അവന്റെ മഹദ് ഫദ്ല് കൊണ്ട് പുറത്തു മാപ്പാക്കി തരട്ടെ. ശേഷിക്കുന്ന അവസാന നിമിഷം വരെയും പരിപൂർണമായും റഹ്മാനായ ആ റബ്ബിനെ താഅത്ത് ചെയ്ത് തഖ്വ ചെയ്ത് ജീവിക്കാൻ അല്ലാഹു അവസരം തരട്ടെ. ആരോഗ്യത്തോടെ ആഫിയത്തോടെയുള്ള ദീർഘായുസ് സുരക്ഷിതമായി നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ യഥാർത്ഥ അടിയാറുകളായ ദാസന്മാർക്ക് ഏറ്റവും സന്തോഷവും ആനന്ദവും ആത്മനിർവൃതിയും നൽകുന്ന പുണ്യമായ പരിശുദ്ധ മാസം, അള്ളാഹുവിന്റെ വിശുദ്ധ മാസം നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക്, നമ്മുടെ ജീവിതങ്ങളുടെ പടിവാതിൽക്കലേക്ക് എത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ജുമുഅയ്ക്ക് നാം ഇതേപോലെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളെല്ലാവരും നോമ്പുകാരായി കൂടിയാണ് ഇരിക്കുക. ഇന്നത്തെ ദിവസത്തെ ഈ ദിവസത്തെ ഇബാദത്തുകൾ, ആരാധനകൾ, ജുമുഅ ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ അടുത്ത ആഴ്ച നിർവചിക്കാനാകുന്നതിലും എത്രയോ അപ്പുറം പ്രതിഫലങ്ങൾ കരഗതമാക്കുവാൻ വഴി തുറന്നിടുന്ന റഹ്മത്തിന്റെ 10-ലെ ഒന്നാമത്തെ ജുമുഅയിലാണ്. എല്ലാത്തിനും ഇരട്ടിയും ഇരട്ടിയിലധികം പ്രതിഫലം നൽകപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മാസവും ദിവസവുമാണ്. പരിശുദ്ധ ശഅബാനിന്റെ അവസാനത്തെ രാപകലുകളിലൂടെ നാം കടന്നു പോകുന്നു. തുച്ഛം ദിവസങ്ങൾ മാത്രം ബാക്കി. ഇതുപോലൊരു വേളയിൽ പുണ്യമായ മദീന ത്വയ്യിബയിൽ മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിന്റെ മധ്യേ ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ സ്വഹാബ അയ്യുഹന്നാസ് ഖദ് അളല്ലകും ശഹ്റുൻ അലീം. അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് മനോഹരമായ വണ്ണമായ പറഞ്ഞു പൂർത്തീകരിക്കാൻ കഴിയാത്തത്ര വണ്ണ വലിപ്പമുള്ള ഒരു മാസത്തെ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് തണൽ നൽകുകയാണ്. ഷഹ്റുൻ മുബാറക്കും, അത് അനുഗ്രഹത്തിന്റെ മാസമാണ്. അതിൽ ഒരു രാത്രിയുണ്ട് എന്നതാണ് ആ മാസത്തിനെ ഇത്രയും ശ്രേഷ്ഠമാക്കുന്നത്. അതിലെ ഒരു രാത്രിയാണ്. ആ രാത്രി 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണ്. 1000 മാസം ഒരേ കണക്ക് ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ആ ഒരു രാത്രിയുടെ കുറഞ്ഞ നിമിഷത്തിൽ സന്ധിക്കുവാൻ കഴിയുന്ന ഒരു വിശ്വാസിക്ക് അല്ലാഹു നൽകുന്ന മാസമാണ്. ആ മാസത്തിൽ അല്ലാഹു പ്രത്യേകമായി നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് ജഅലല്ലാഹു സിയാമഹു ഫരീള. ആ മാസത്തിൽ പടച്ചറബ് നോമ്പിനെ ഫർളാക്കിയിരിക്കുന്നു. അതുപോലെ രാത്രികാലത്തിൽ നിന്ന് നമസ്കരിക്കുക എന്നതിനെ ശക്തമായ സുന്നത്തുമാക്കിയിരിക്കുകയാണ്. രാവും പകലും പടച്ചറബിലേക്ക് അടുക്കുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നിടുകയാണ്. പാപിയായ, ദോഷിയായ, നിരാശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തിലേക്ക് ഓടിയെടുക്കാനുള്ള അവസരം ആവോളം മതിയാവോളം നൽകപ്പെടുന്ന രാപകലുകൾ നിറഞ്ഞ മാസമാണ് പുണ്യമായ വിശുദ്ധ റമളാൻ. ആ റമളാൻ ഒരു വിശ്വാസിയിലേക്ക് എത്തുമ്പോ അവന്റെ അവസ്ഥ, ജീവിതം എങ്ങനെയാണ്, നന്മയിൽ തിന്മയിൽ എങ്ങനെയാണോ
അതിൽ നിന്ന് പ്രകടമായൊരു മാറ്റം ആ മാസം യാത്രയാകുമ്പോൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. ആ മാസം അവന് സ്വീകാര്യമായി മാറി. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, എത്രയോ ആളുകളുണ്ട് അവരുടെ റമളാൻ വൃഥാവിലാണ്, അവർ പട്ടിണിയിരിക്കുന്നു, അവർ നോമ്പുകാരാണെന്ന് പറയുന്നു. അവരുടെ പട്ടിണിയും ദാഹം സഹിക്കലും അല്ലാതെ അവർക്കതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഫലമൊന്നും അവർ നേടുന്നില്ല. കാരണം അവർ യാന്ത്രികമായി കൂട്ടത്തിനൊത്ത് ഒഴുക്കിനൊത്ത് അവർ നോമ്പുകാരായി, ഒഴുക്കിനൊത്ത് പട്ടിണിയിരുന്ന് ദാഹം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതിനപ്പുറം അവരുടെ നോമ്പ് കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുക എന്നതുപോലും അവർ മനസ്സിലാക്കിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ത് എന്ന് സുന്ദരമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ആരാധനകൾ കൊണ്ടും ഓരോ ഇബാദത്തുകൾ കൊണ്ടും വിശുദ്ധ ദീനുൽ ഇസ്ലാം ലക്ഷ്യമാക്കുന്നത് എന്ത് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നമസ്കാരം? ആ നമസ്കാരം കൊണ്ട് എന്താണ് ഉണ്ടാവുക? നമസ്കാരം കൊണ്ടുള്ള പ്രയോജനവും പ്രതിഫലവും എന്താണ്? സക്കാത്ത് കൊണ്ടുള്ള നേട്ടം എന്താണ്? ഹജ്ജ് കൊണ്ടുള്ള പുണ്യം എന്താണ്? നേട്ടം എന്താണ്? ഇതുപോലെ നോമ്പ് കൊണ്ടുള്ള നേട്ടം എന്താണ്? നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? പരിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പിനെ നാം നിർബന്ധമാക്കിയിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, കഴിഞ്ഞുപോയ നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങൾക്കൊക്കെയും നിർബന്ധമാക്കിയതുപോലെ സത്യവിശ്വാസികളെ നിങ്ങൾക്കും നാം നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുഅ്മിനീങ്ങളോടാണ്, സത്യവിശ്വാസികളോടാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഒരാൾ പട്ടിണിയിരുന്നു എന്നതുകൊണ്ട് അയാൾക്ക് നോമ്പിന്റെ വിശുദ്ധ റമദാനിലെ നോമ്പിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, വിശ്വാസമുള്ള ഒരു മുഅ്മിന്, അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചൊരു മുസ്ലിം, ആ മുസ്ലിമിനോട് അള്ളാഹു പറയുന്നു, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പിനെ നാം നിർബന്ധമാക്കിയിരിക്കുന്നു. കഴിഞ്ഞുപോയ ജനസമൂഹങ്ങളിൽ നിർബന്ധമാക്കിയതുപോലെ. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവർ ആകുന്നതിന് വേണ്ടി, നിങ്ങൾ ഭയഭക്തിയുള്ളവരാകുന്നതിന് വേണ്ടി. തഖ്വയ്ക്ക് ഏറ്റവും ചുരുങ്ങിയ നിർവചനം അൽ ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു അമ്മാ നവാഹിഹി, അള്ളാഹു കൽപ്പിച്ച കൽപ്പനകളിൽ ഒന്നിൽ പോലും വീഴ്ച വരുത്താതെ, കുറവ് വരുത്താതെ പൂർണ്ണമായും നിർവഹിക്കുക, വീടുക. പടച്ചറപ്പ് വിരോധിച്ച മുഴുവൻ തെറ്റുകുറ്റങ്ങളെ തൊട്ട്, വിരോധിച്ച പാപകർമ്മങ്ങളെ തൊട്ട് അകന്നു കഴിയുക, അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ജീവിക്കുവാൻ തയ്യാറാവുക. ഇതാണ് തഖ്വയുടെ ഏറ്റവും ലളിതമായ നിർവചനം. മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു തആല അൻഹു തഖ്വയെ വിവരിച്ചപ്പോൾ പറഞ്ഞു, തഖ്വയോടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഇരുണ്ട, ഒരു ഞെരുങ്ങിയ വഴിയിലൂടെ, ഞെരുങ്ങിയ ഒരു വഴിയിലൂടെ, ഒരു മനുഷ്യന് കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയുന്ന ഒരു വഴിയിലൂടെ ഒരു മനുഷ്യനിങ്ങനെ നടന്നു പോകാൻ പ്രവേശിക്കുമ്പോ, ആ വഴിയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോ, മുന്നോട്ടെത്തുമ്പോൾ ചുറ്റുഭാഗവും ശരീരത്തിൽ മുട്ടുന്ന നിലയിൽ മുള്ളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നാലു ഭാഗവും മുള്ളു നിറഞ്ഞിരിക്കുന്നു. അതിനിടയിലൂടെയാണ് മറുഭാഗത്തേക്ക് പോകേണ്ടത്. നടന്നു പോകുന്ന ആ വഴി ഒന്ന് കൈ നൂർത്താൻ പോലും കഴിയാത്തത്ര ഞെരുക്കമാണുള്ളത്. അതിനിടയിലൂടെ പോകുമ്പോ കൂട്ടത്തിൽ അവിടെ മുള്ളുകൂടെ കണ്ടാൽ വീണ്ടും എത്രത്തോളം ഒതുങ്ങണം. അതിനിടയിലൂടെ പോകുമ്പോ ആ മുള്ളു വസ്ത്രത്തിൽ ഉടക്കി പിടിക്കാം, ശരീരത്തിൽ മുറിവേൽപ്പിക്കാം. അതുണ്ടാകാതെ, മുറിവേൽക്കാതെ, വസ്ത്രത്തിൽ ഉടക്കാതെ മറുകര എത്തണമെങ്കിൽ എത്ര സൂക്ഷ്മതയോടെ, എത്ര ശ്രദ്ധയോടെ മുന്നോട്ട് പോകണമോ. ഇതാണ് അൽ ഐഷുദ് ദുനിയവിയ്യ, ഇതാണ് ദുനിയാവിന്റെ ജീവിതം. ഈ ദുനിയാവിന്റെ ജീവിതം ഇത്രമാത്രം സൂക്ഷിച്ചെങ്കിലേ കഴിയൂ, രക്ഷപ്പെടുകയുള്ളൂ. ദുനിയാവിന്റെ നാലു ഭാഗവും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ദുനിയാവിലെ ജീവിതം ഒരു മുസ്ലിമിന് വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിലൂടെ അല്ലാതെ മറുഭാഗത്ത് എത്തുവാനും സാധ്യമല്ല. ജനിച്ചു നാം ഈ ദുനിയാവിൽ, അല്ലാഹു ജീവിതം തന്നു, ഈ ദുനിയാവിൽ തിരിച്ചറിവ് നൽകി, ആരോഗ്യവും ആഫിയത്തും ജീവിത സൗഭാഗ്യങ്ങളും നൽകിയെങ്കിൽ ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് മുമ്പോട്ട് സഞ്ചരിച്ചു പോകണം നാം. ആ സഞ്ചാര വഴിയിൽ കാണുന്ന എല്ലാ സുഖലോലുപതയുടെ മുമ്പിലും നമ്മൾ വീണുപോകരുത്. ഹലാലിലല്ലാതെ പെട്ടുപോകരുത്. ഹറാമായ മുമ്പിലുള്ള ഏതിന്റെ മുമ്പിലും സ്വയം നിയന്ത്രിച്ചു നിൽക്കുവാൻ, ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളെയും വേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടത് മാത്രം, ഹലാലിനെ മാത്രം എടുക്കുക, ഹറാമിൽ നിന്നും ഒഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. ഇതാണ് തഖ്വ. ഈ തഖ്വയ്ക്കാണ് പരിശുദ്ധ ഖുർആൻ ഊന്നൽ നൽകുക. നോമ്പിലൂടെ ഒരു വിശ്വാസിക്ക് തഖ്വ അല്ലാഹു പഠിപ്പിക്കുകയാണ്. തഖ്വയെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ
മനുഷ്യൻ ഏറ്റവും കൂടുതൽ തെറ്റിലേക്ക് പോവുക, മനുഷ്യൻ ഏറ്റവും കൂടുതൽ തഖ്വയ്ക്ക് വിഘാതമായ പ്രവർത്തനങ്ങൾ പെട്ടുപോവുക. മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്, അഭിലാഷങ്ങളാണ്, ഇച്ഛയാണ് മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോവുക. ഒന്ന് ആഹാരത്തിനോടുള്ള അമിതമായ അന്ധമായ ഭ്രമം. ആഹാരം ഏതായാലും അതിന്റെ ഹലാല് ഹറാമ് നോക്കാനുള്ള താല്പര്യക്കുറവ്, അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയക്കുറവ്. രണ്ടാമത് കാമാസക്തി മൂത്തുകൊണ്ട് മനുഷ്യന്റെ ലൈംഗിക അരാജകത്വത്തിലേക്ക് മനുഷ്യൻ വഴുതി വീണു പോകുന്ന, തെറ്റുകളിലേക്ക് കുറ്റങ്ങളിലേക്ക് പെട്ടുപോകുന്ന അവസ്ഥ. ഈ രണ്ട് പാതകങ്ങളും മനുഷ്യനെ, ഈ രണ്ട് കാര്യങ്ങൾ, രണ്ട് ചിന്തകൾ മനുഷ്യനെ പാപിയാക്കുമെങ്കിൽ അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നോമ്പിന്റെ സമയത്ത് ഈ രണ്ടു കാര്യങ്ങളെ പ്രത്യേകമായിട്ട് വിരോധിച്ചു, തടഞ്ഞു. അതേപോലെ ഹലാലായ കാര്യം, പരിശുദ്ധ റമളാനിന്റെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഫജ്ർ സ്വാദിഖ് വെളിവാകുന്നതോടെ പടച്ചറബ് അതേവരെ അനുവദിച്ച പലതും അതുമുതൽ ഹറാമാകുന്നു, നിയമവിരുദ്ധമാകാൻ തുടങ്ങുകയാണ്. ഒരൽപ്പം കൂടെ കഴിഞ്ഞാൽ പരിശുദ്ധ റമളാനിന്റെ സുബഹിന്റെ ബാങ്ക്, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള സുബഹിന്റെ ബാങ്കിന്റെ സമയമായാൽ പിന്നെ മഗ്രിബിന്റെ ബാങ്കിന്റെ സമയം വരെ എല്ലാ അർത്ഥത്തിലും അവൻ സൂക്ഷിച്ചായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. കാണാൻ കഴിയുന്ന ഒരു വസ്തുവിന്റെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല. കാണാൻ കഴിയുന്ന ഒരു വസ്തുവും അവന്റെ ഒരു ദ്വാരങ്ങളിലൂടെയും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ പാടില്ലാത്ത, ഹലാലല്ലാത്ത ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. ഹലാലിൽ പോലും തന്റെ ഭാര്യയുമായി തനിക്ക് അനുവദിക്കപ്പെട്ട സുഖാസ്വാദനങ്ങൾ പോലും പടച്ചറപ്പ് നിരോധിച്ചിരിക്കുന്നു റമളാനിൽ. ഇങ്ങനെ അവന് വേണ്ടതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് കൊടുത്ത സൗഭാഗ്യങ്ങളും അവന്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങളും അവൻ ആഗ്രഹിക്കുന്നത് പോലെ ആസ്വദിക്കാൻ അവസരം കുറച്ചു നേരം തടഞ്ഞു വെക്കുകയാണ്. ഈ തടഞ്ഞു വെക്കലിലൂടെ അവനെ പടച്ചറപ്പ് പരിശീലിപ്പിക്കുന്നു, പ്രത്യേകമായി അവനെ തയ്യാറാക്കുകയാ. ഒരു മാസത്തെ പരിശീലന കളരി, ഒരു മാസത്തെ പരിശീലനം, ഈ ഒരു മാസത്തെ പരിശീലനം ഒരു വർഷത്തെ 11 മാസം ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നതിന്റെ പരിശീലനമാ. അതാണ് തഖ്വ. ലഅല്ലകും തത്തഖൂൻ അയ്യാമം മഅദൂദാത്, പരിമിതമായി എണ്ണപ്പെടുന്ന ദിവസങ്ങൾ. ആ ദിവസങ്ങൾ തീർച്ചയായിട്ടും അവൻ നോമ്പ് പിടിച്ചിരിക്കണം. ആ നോമ്പ് പിടിക്കാൻ കഴിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നോമ്പ് ന്യായമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർ മറ്റു ദിവസങ്ങളിൽ ഇത് പിടിച്ചുവിട്ടിരിക്കണം. അയ്യാമൻ മഅദൂദാത് ഫമൻ തതവ്വഅ മിൻഹും ഖൈറ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ റമളാനിലെ ഓരോ ദിവസവും ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ്. ആ നോമ്പിന്റെ കാര്യത്തിൽ സമൂഹത്തിൽ പഴയ കാലത്തിനെ അപേക്ഷിച്ച് അൽഹംദുലില്ലാഹ് ചെറിയൊക്കെ മാറ്റമുണ്ടെങ്കിലും ശരി, ഇപ്പോഴും വലിയ ഒരളവ് ആളുകൾ അവർ പല ചെറിയ ചെറിയ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നോമ്പിന് ഒഴിവാക്കുകയാണ്. ജോലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നോമ്പിന് ഒഴിവാക്കും. നോമ്പ് നമുക്ക് നിർബന്ധമാണോ എന്ന് ചിന്തിക്കാൻ പോലും, കാര്യമായി ഒന്ന് പഠിക്കാൻ പോലും അവർ തയ്യാറല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയും അധ്വാനവും ഏർപ്പെടുക്കലും കഷ്ടപ്പാടും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ നോമ്പിനെ മാറ്റിവെക്കാൻ തയ്യാറാകുമ്പോൾ, അതിനുവേണ്ടി അവർ ഉദ്ദേശിക്കുമ്പോൾ, അവരെ കുറിച്ചാണ് സാമൂഹികമായ ഒരു വിഷയം കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചത്. ജോലിയുടെ പേരിൽ, കഷ്ടപ്പാടിന്റെ പേരിൽ, നോമ്പ് ബുദ്ധിമുട്ടാകും എന്നതിന്റെ പേരിൽ നോമ്പ് ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, സമൂഹത്തിലുണ്ടെങ്കിൽ, കൂട്ടത്തിലുണ്ടെങ്കിൽ, അവരുടെ നോമ്പ് നഷ്ടപ്പെടാൻ കാരണമാകുന്ന എന്താണോ അത് അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമാണ് എങ്കിൽ അതിന്റെ പരിഹാരം സമൂഹത്തിലുള്ള മറ്റുള്ളവർ ചേർന്ന് അതിന്റെ പരിഹാരം കാണണം. സകാത്തിന്റെയും സദഖയുടെയും മുതലുകൾ കൊടുക്കാൻ കഴിയുന്നവർ നേരത്തെ കൊണ്ടുപോയി കൊടുക്കണം. റമളാനിൽ അവരുടെ ആശങ്ക മാറ്റി കൊടുക്കണം. നേരത്തെ തന്നെ റമളാനിന് വേണ്ടി ഒരുങ്ങാൻ അവർക്കും അവസരം കൊടുക്കണം. റമളാൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ആർക്കും ഉണ്ടാകാൻ പാടില്ല. റമളാനിലെ നോമ്പ് ചില ആളുകൾ ധരിക്കുന്നത് പോലെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജോലിയും തിരക്കുകളും ഒന്നുമില്ലാതെ ഇരിക്കുന്ന ആളുകൾ, അവർക്ക് മാത്രമല്ല റമളാനിന്റെ നോമ്പ്. റമളാനിന്റെ നോമ്പ് എല്ലാവർക്കും അല്ലാഹു നിർബന്ധമാക്കി. അതിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ആളുകൾ വളരെ വിരളം വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. 6, 7, 8 പേര്, ആ 8 വിഭാഗം ആളുകൾ മാത്രം. അവരിൽ തന്നെ വളരെ തുച്ഛം ആളുകൾക്കാണ് നോമ്പ് പിന്നീട് പിടിച്ചു വീഴൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. ബാക്കി എല്ലാ ആളുകളും നോമ്പ് പിടിച്ചേ മതിയാകൂ. ഒന്നുകിൽ റമളാനിൽ, അല്ലെങ്കിൽ ന്യായമായി ഈ പറയപ്പെട്ട അനുവദിക്കപ്പെട്ട കാരണമുണ്ടെങ്കിൽ നോമ്പ് കഴിഞ്ഞാൽ ഉടൻ, റമളാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ നോമ്പിനെ പിടിച്ചു വീടിയിരിക്കൽ നിർബന്ധമാണെന്ന് പരിശുദ്ധ ഇസ്ലാം. അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ അതിൽ നിന്നും ഒരാൾക്കും ഒരു എക്സ്ക്യൂസും കൊടുക്കുന്നില്ല എന്നാണ്.
പരിശുദ്ധ റമദാനിന്റെ നോമ്പ് ഒഴിവാക്കാൻ അനുവദിക്കപ്പെട്ട വളരെ കുറഞ്ഞ ആളുകളിൽ ഒന്നാമത്തെ വിഭാഗം അൽ മരീലു വൽ മുസാഫിറു. രോഗിയാണ്, ഒന്നൊരു രോഗി, രണ്ടാമതൊരു യാത്രക്കാരനാണ്. രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗിയുടെ രോഗം നോമ്പ് കാരണം ബുദ്ധിമുട്ടാകും, രോഗം മൂർച്ഛിക്കും, കൂടുതൽ അപകടത്തിലേക്കെത്തും, ജീവന് ഭീഷണിയാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിശ്വസ്തനായ ഒരു ഡോക്ടർ പറയാണ്, നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല, നോമ്പ് നിങ്ങളുടെ രോഗത്തിന് ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഒരു ഒപ്പീനിയൻ ചോദിക്കണം. രണ്ടുപേരുടെ ഒപ്പീനിയനും അത് തന്നെയാണ് എങ്കിൽ അതിന്റെ പേരിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം. എന്നാൽ അങ്ങനെ ഒഴിവാക്കിയ ഒരു മനുഷ്യൻ നോമ്പുകാരോടൊപ്പം നോമ്പുകാരെ പോലെയാണ് പരമാവധി കഴിയേണ്ടത്. അയാൾ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള വിഷയം അയാളല്ലാതെ പരമാവധി ആരും അറിയരുത്. അവന് മാത്രമാണ് ആ എക്സ്ക്യൂസ് ഉള്ളത്, അയാൾക്ക് മാത്രമാണ്. അയാളുടെ വീട്ടില്, കൂട്ടില്, കുടുംബത്തില്, സുഹൃത്തുക്കളിൽ, വേണ്ടപ്പെട്ടവരിൽ ഒന്നും തന്നെ തനിക്ക് നോമ്പില്ല എന്നറിയാത്ത നിലയിൽ അത്രയും സൂക്ഷിച്ച് രഹസ്യമായി മാത്രമാകണം അത് കൊണ്ടുപോകേണ്ടത്. എന്നിട്ടോ രോഗം മാറി, റമദാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ രോഗം മാറി. രോഗം മാറിക്കഴിഞ്ഞാൽ ഒന്നാമതായി ഇവന് നിർബന്ധമാകുന്നു, റമദാൻ കഴിഞ്ഞാൽ ഉടൻ അടുത്ത ദിവസം, പെരുന്നാളിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ആ നോമ്പിനെ അവൻ പിടിച്ചുവിടാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം. അങ്ങനെ അവൻ ചെയ്യുന്നില്ല എങ്കിൽ അവൻ മനഃപൂർവ്വം ഖളാ ആക്കിയവനെ പോലെയായി, അവൻ പാപിയാവുകയാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. വൽ മുസാഫിറു, രണ്ടാമത് നോമ്പ് ഒഴിവാക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്, അവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ബുദ്ധിമുട്ടാകുമെങ്കിൽ ഒഴിവാക്കൽ അനുവദിക്കപ്പെട്ടത് വൽ മുസാഫിറു, ദീർഘമായി യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്. ഈ യാത്രയെ കുറിച്ച് പറയുമ്പോ ഇന്നത്തെ കാലത്തെ യാത്രയെ വീണ്ടും ഒന്നുകൂടെ ചർച്ചാവിധേയമാക്കപ്പെടേണ്ടതുണ്ട്. മഹാരഥന്മാരായ ഫുഖഹാക്കൾ ഇത് പഠിപ്പിക്കുന്ന കാലം, അക്കാലഘട്ടത്തിൽ യാത്ര എന്ന് പറഞ്ഞാൽ അതിശക്തമായ എരിപൊരിയുന്ന വെയിലത്ത് മരുഭൂമിയിലൂടെ, മലഞ്ചെരിവുകളിലൂടെ, ഒട്ടകത്തിന്റെയും കുതിരയുടെയും പുറത്ത് സഞ്ചരിക്കുന്ന മരുഭൂമിയിലൂടെയുള്ള കിലോമീറ്ററുകളോളം വരുന്ന യാത്രയാണ്. മണിക്കൂറുകൾ പൊടിക്കാറ്റിലൂടെയുള്ള യാത്രയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എയർ കണ്ടീഷൻ വാഹനങ്ങളിലായി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ യാത്ര പോകുന്ന യാത്രയുടെ കാലത്തെ കുറിച്ചല്ല അന്നത്തെ കാലത്താണ് പറയുന്നത്. എന്നാലും ആ പറഞ്ഞ നിയമങ്ങൾ വെച്ചുകൊണ്ട്, ആ പറഞ്ഞ എക്സ്ക്യൂസുകൾ ഉപയോഗിച്ചുകൊണ്ട് നോമ്പിനെ ഒഴിവാക്കാൻ ഒരാൾ തീരുമാനിക്കുന്നെങ്കിൽ അവനെ പ്രത്യക്ഷത്തിൽ ന്യായത്തിന്റെ പേരിൽ ഒഴിവാക്കാം. എന്നാൽ അത് അവനാണ് തീരുമാനിക്കേണ്ടത്, അത് അയാളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ദൂരമുള്ള യാത്രയാണ്, എനിക്ക് അനുവദിക്കപ്പെട്ട ദൂരപരിധിയിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുക, എന്നാൽ ഈ സമയത്ത് ഞാൻ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ റമദാൻ കഴിഞ്ഞ് ആ നോമ്പ് പിടിച്ചു വിടേണ്ടതുണ്ട്. എന്തിനാ പാടുവിടുക? പറ്റുകയാണെങ്കിൽ അപ്പോ തന്നെ പിടിച്ചു വീടിയേക്കണം, അതാ ചെയ്യേണ്ടത്. അപ്പോ തന്നെ പിടിച്ചു വീടിയേക്കണം. ഇന്ന് അത്രയും ത്യാഗമൊന്നുമില്ല. അത് അവനവന്റെ ഓൺ ഡിപ്പെൻഡിങ്, അവരവരെ തീരുമാനമാണ്. അത്രയും ദീർഘമായി യാത്ര ചെയ്യുന്ന ഒരാള്, അയാൾ മനസ്സിലാക്കുന്നതിന് കുഴപ്പമില്ലെങ്കിൽ അയാൾ പിടിച്ചേക്കാം, ഇല്ലെങ്കിൽ അവന് എക്സ്ക്യൂസ് ഉണ്ട്, ദീർഘമായ ഒരുപാട് ബുദ്ധിമുട്ടുള്ള യാത്ര. മൂന്നാമത് അടുത്ത പറയുന്ന അടുത്തത് ആർത്തവക്കാരിയും പ്രസവക്കാരിയുമാണ്. ആർത്തവ കാലഘട്ടത്തിൽ കഴിയുന്ന സ്ത്രീ, അവർക്ക് ആ സമയത്തിൽ നോമ്പ് ഒഴിവാക്കേണ്ടതുണ്ട്. അതും റമദാൻ കഴിഞ്ഞിട്ട് ഇതേപോലെ പിടിച്ചുവിടണം. പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകളും ഇതുപോലെ തന്നെയാണ്. അതേപോലെ അവർക്കും നോമ്പിനെ ഒഴിവാക്കാം. അതിനുശേഷം അവർ വീണ്ടും പിടിച്ചുവിടണം. ഇനി മറ്റൊരു വിഭാഗം വയോധികരായ ആളുകളാണ്, വയോജനങ്ങളാണ്, വൃദ്ധരായ ഉമ്മമാർ, ഉപ്പമാർ. അവരെയും നേരത്തെ പറഞ്ഞതുപോലെയാണ്. അവർ വാർദ്ധക്യത്തിന്റെ ഏറെ വിഷമതകൾ അനുഭവിച്ചു കഴിയാണ്. ഒരു നോമ്പെടുക്കാൻ കഴിയാത്തത്ര അവര് പ്രയാസത്തിലാണ്. അവർ അള്ളാഹു അനുവദിച്ചു കൊടുത്ത എക്സ്ക്യൂസ് ഉള്ളവരാണ്. അവർക്കും അവരാണ് തീരുമാനിക്കേണ്ടത്, കഴിയോ ഇല്ല അവരാ തീരുമാനിക്കേണ്ടത്. അവരെ സംബന്ധിച്ച് ഒരു കഴിയില്ല, അത്രയും നിസ്സഹായ അവസ്ഥയാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, തളർന്നു പോകുമെങ്കിൽ അവർക്ക് എക്സ്ക്യൂസ് ഉണ്ട്. അവരിൽ രോഗവും ഈ അവശതയൊക്കെ മാറി തിരിച്ചു വരികയാണെങ്കിൽ പിടിച്ചുവിടണം. എന്നാൽ അതില്ല എങ്കിൽ അവരതിന് കഫാറ, പ്രായശ്ചിത്തമായിട്ട് ഒരു നിശ്ചിത അളവ് ഭക്ഷ്യധാന്യം ഓരോ നോമ്പിനും പകരമായിട്ട് നൽകിക്കൊണ്ടേയിരിക്കണം. ഇതേപോലെ ഇനി ഗർഭിണിയായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഗർഭിണിയായ ഒരു സ്ത്രീ, പ്രഗ്നൻസിയിൽ കഴിയുന്ന ഒരു സ്ത്രീ, അവർ അവരുടെ പ്രസവ കാലഘട്ടത്തിൽ നോമ്പെടുത്താൽ തന്റെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് എങ്കിൽ അതിന്റെ നിയമം വേറെ. ഇനി തന്റെ കുട്ടിക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടാവുക എന്നാണെങ്കിൽ അതിന്റെ നിയമം വേറെ. ഇതിൽ ഒരു ഘട്ടത്തിൽ അവൾ നോമ്പിനെ പിടിച്ചുവിടുന്നു, മറ്റൊരു ഘട്ടത്തിൽ നോമ്പ് പിടിച്ചുവിടുകയും ചെയ്യണം, പ്രായശ്ചിത്തവും കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രമാത്രമാണ് നോമ്പ് ഒഴിവാക്കാൻ അനുവദിക്കപ്പെട്ട വിഭാഗമായിട്ടുള്ളത്. ഇരിക്കുന്ന ഈ ഒരുമിച്ച് കൂടിയ നമ്മിൽ എത്ര പേര് ഈ കൂട്ടത്തിൽപ്പെടും?
ആകെ കൂടിയിരിക്കുന്ന കൂട്ടത്തിൽ 8 വിഭാഗം ആളുകളെ നോമ്പ് ഒഴിവാക്കുവാൻ അനുവദിക്കപ്പെടുന്നവരായി, അത് തന്നെ സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ മാത്രം അനുവദിക്കപ്പെടുന്നവരായി 8 കൂട്ടരെ പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന ആളുകൾ പുരുഷന്മാരാണ്. ഈ പുരുഷന്മാരിൽ ഇത് ഒഴിവാക്കപ്പെടാൻ അനുവദിക്കപ്പെടാനുള്ള ആകെ കൂടി സാധ്യതയുള്ള കാര്യം രണ്ടേ ഉള്ളൂ. ഒന്ന് രോഗം, അല്ലെങ്കിൽ യാത്ര. ഇതിൽ രോഗത്തിന്റെ കാര്യമാണ് ഏകദേശം നമുക്കൊരു ഉറപ്പിക്കാവുന്നത്. യാത്രയുടെ കാര്യവും നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. പിന്നെ വയോധികരായ ആളുകൾ അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് ഈ പള്ളിയിലേക്ക് നടന്നെത്തി സ്റ്റെപ്പ് കയറിയിട്ടൊക്കെ ഇവിടെ വന്ന് ഇരിക്കാൻ കഴിയുന്ന ആരോഗ്യമുള്ളവരാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാനും മാത്രമുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. അപ്പോ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ്, 2 വിഭാഗം മാത്രമേ ഒരുപക്ഷെ ഈ മജ്‌ലിസിൽ അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം കേൾക്കുന്നവരൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എല്ലാവരും തീരുമാനിക്കുക, പരിശുദ്ധ റമളാനിന്റെ നോമ്പ് തീർച്ചയായിട്ടും പിടിച്ചു വീട്ടിയേ മതിയാവൂ. റമളാനിന്റെ നോമ്പ് ഐച്ഛികമല്ല. ഇഷ്ടമുള്ളവർക്ക് സമയമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ സാഹചര്യവും ഒത്തുവന്നാൽ മാത്രം പിടിച്ചു വിടലല്ല, അവൻ നിർബന്ധമായിട്ടും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ ഒരു വിശ്വാസിയിലേക്ക് എത്തുമ്പോ അതിനു മുമ്പ് തന്നെ അവൻ തയ്യാറെടുപ്പുകൾ തുടങ്ങി. അവനതിന്റെ പൂർത്തീകരണം വരെയും പരിശുദ്ധ റമളാനിനെ ഉപയോഗപ്പെടുത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യമായ റമളാൻ ഒരു വിശ്വാസിയിലേക്ക് വരുന്നു. റഹ്മത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിടപ്പെടുന്നു. യാ ബാഗിയൽ ഖൈർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശുദ്ധ ദീൻ നൽകുന്ന ഖൈറുകൾ ആഗ്രഹിക്കുന്ന മനുഷ്യനാണോ നീ അടുത്തു വരിക? ഏതെങ്കിലും ഷർറുകൾ, കുഴപ്പങ്ങൾ ആഗ്രഹിക്കുന്ന മനുഷ്യനാണോ, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നവനാണോ, നിങ്ങൾ പുറകോട്ട് പോയിക്കോ. പരിശുദ്ധ റമളാനാകുമ്പോ പൈശാചികമായ പ്രേരണകൾ അതിനുവേണ്ടി ആഗ്രഹിക്കാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മാറി നിൽക്കുകയാണ്. എന്നാൽ പിശാചിനോടൊപ്പം മാത്രമേ ജീവിക്കൂ. പിശാചിന്റെ സഹചാരിയായിട്ട് തന്നെ കഴിഞ്ഞു വന്നു. റമളാനെത്തുമ്പോഴും ആ പിശാചിന്റെ പ്രേരണ കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ തയ്യാറല്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യം അവന്റെ തീരുമാനം അനുസരിച്ച. എന്നാൽ പരിശുദ്ധ റമളാൻ വരികയാണ്. റമളാൻ വിശ്വാസികളുടെ രക്ഷയുടെ മാസമാണ്. പരിശുദ്ധ റമളാൻ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ, കുറ്റങ്ങളെ പൊറുക്കൽ ചോദിക്കുവാൻ, പടച്ചറബിനോട് തൗബ ചെയ്യുവാൻ, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുവാൻ, പടച്ചറബ് പുറത്തു തരുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദുആ ചെയ്യുവാൻ, പാതിരാത്രികളിൽ നിന്ന് നമസ്കരിക്കാൻ തയ്യാറാകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷത്തിന്റെ പ്രതീക്ഷയുടെ വാതായനങ്ങൾ തുറന്നിട്ട് കൊടുക്കുന്നു റമളാൻ. ആ റമളാനിന്റെ രാത്രികളിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാ. റമളാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളിൽ ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണം. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച മാസം. ആ മാസത്തിൽ ഹുദൽ ലിന്നാസ്, പ്രകാശമായിട്ട് ജനങ്ങൾക്ക് ഹിദായത്തായിട്ട് അല്ലാഹു പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ച മാസം. ആ മാസത്തിലെ ഖുർആനിന്റെ പാരായണത്തിനും എത്രയോ ഇരട്ടി പ്രതിഫലമുണ്ട്. അൽഹംദുലില്ലാഹ്, പടച്ചറബിന്റെ പ്രത്യേകമായ തൗഫീഖ് കൊണ്ട് പല പള്ളികളിലും ഇന്ന് നല്ലൊരു ശതമാനം പള്ളികളിലും പരിശുദ്ധ ഖുർആൻ ഏറ്റവും കുറഞ്ഞത് മനോഹരമായി പുറകിൽ നിന്നുകൊണ്ട് റമളാൻ ആദ്യാവസാനത്തിന് മുമ്പ് ഒരു ഖതമെങ്കിലും പൂർണ്ണമായി കേൾക്കാനുള്ള അവസരങ്ങളും ഉണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു തറാവീഹ് പോലും നഷ്ടപ്പെടുത്താതെ, ഒരു നോമ്പ് പോലും നഷ്ടപ്പെടുത്താതെ, ഒരു ഇബാദത്തും നഷ്ടപ്പെടുത്താതെ പരിപൂർണമായി താല്പര്യത്തോടെ, തഖ്വയോടെ, ആത്മാർത്ഥതയോടെ പരിശുദ്ധ ഖുർആൻ ആദ്യാവസാനം ഓതി കേൾക്കുവാൻ, പരിശുദ്ധ ഖുർആനിന്റെ ഖതമുകൾ നിരവധി തവണ പൂർത്തിയാക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ ഖുർആനിന്റെ മാസം. ആ ഖുർആൻ നമ്മളോട് നൽകുന്ന സന്ദേശം, ആ ഖുർആൻ പഠിപ്പിക്കുന്ന സന്ദേശമാണ് തഖ്വയുടെ സന്ദേശം. അതാണ് റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ കഴിഞ്ഞ 3 ആഴ്ചകളിലായി പറഞ്ഞു വന്ന കാര്യം പ്രത്യേകം ഓർമ്മിച്ചു കൊള്ളുക. പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് എത്തിക്കഴിയുമ്പോ, ആ റമളാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോ, റമളാനിന് മുമ്പ് തന്നെ ഒരുങ്ങി പൂർത്തിയാക്കിയിരുന്ന, സ്വഹാബത്ത് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സകാത്തിന്റെ സ്വതക്കയുടെ കാര്യം അവർ തീർപ്പിലെത്തുമായിരുന്നു. എന്നിട്ട് അർഹരായ അവകാശികളെ കണ്ടെത്തി റമളാനിന് മുമ്പ് തന്നെ അത് കൊടുത്തു വീടിക്കൊണ്ട് റമളാൻ സമാധാനത്തോടെ റമളാനിൽ പ്രവേശിക്കാൻ അവർക്കും അവസരം നൽകുമായിരുന്നു. പരമാവധി അക്കാര്യത്തിൽ ശ്രദ്ധിക്കുക. സമയപരിമിതി കൊണ്ട് ഞാൻ ആ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പരിശുദ്ധ റമളാൻ, ആ റമളാനിന്റെ അവസാനത്തെ ആഴ്ചയിലൊന്ന് പറഞ്ഞു നിർത്തി പോകേണ്ടതല്ല സക്കാത്ത്. 3 ആഴ്ച പറഞ്ഞിട്ട് ആമുഖ ഭാഗം പോലും പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. സക്കാത്ത് കൃത്യമായിട്ട് കണക്കുണ്ടതിന്. ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഏതെല്ലാം വിഷയത്തിലാണ് സക്കാത്ത് നിർബന്ധമെന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. കൊടുക്കേണ്ട അളവ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ ചുരുക്കി എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ വിഷയം പറയും
പറയുമ്പോ ചില കൊതിയന്മാരായ പിശുക്കന്മാരായ ആളുകൾ സക്കാത്തിൽ പ്രത്യക്ഷത്തിൽ പറയുന്ന വിഷയങ്ങൾ ഞങ്ങൾ ബാധ്യസ്ഥരല്ലോ. 30 പശു വേണം, 30 പശു പോയിട്ട് ഒരു പശു പോലും ഇന്ന് വീട്ടിലില്ല. പാല് വില കൊടുത്ത് വാങ്ങുകയാണ്. 10 പറ നെല്ല് പോയിട്ട് 1 കിലോ നെല്ല് അല്ല 1 കിലോ അരി, പച്ച അരി 50 രൂപ കൊടുത്ത് വാങ്ങുകയാണ്. അപ്പൊ നെല്ലെവിടെ, പയറെവിടെ, ആടെവിടെ, പശു എവിടെ എന്ന് ചോദിച്ച്, ഒട്ടകത്തിൽ ഞാനില്ല, പശുവിൽ ഞാനില്ല, ആട്ടിൽ ഞാനില്ല, സ്വർണം കയ്യിലും ഇല്ല. ഇങ്ങനെ പറഞ്ഞ് സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് മാറുന്ന ആളുകൾ, ആ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വർണവും വെള്ളിയും ഈ പറഞ്ഞ സമ്പത്തായിട്ട് സമൂഹത്തിൽ ആദ്യകാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ എടുത്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടത് അക്കാലഘട്ടത്തിൽ പ്രബലമായി ഉപയോഗിക്കപ്പെട്ട സമ്പത്ത്, ധനം, പ്രധാനമായി മനുഷ്യന്റെ ധനമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ അന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. കാലം കഴിഞ്ഞു, കുറെ കാലം കഴിഞ്ഞു. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ കാലഘട്ടം എത്തുമ്പോൾ, അന്ന് റസൂലിന്റെ കാലഘട്ടത്തിൽ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ പ്രധാന ധനശേഖരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാത്തൊരു സാധനം പ്രധാന ധനശേഖരണത്തിന്റെ ഭാഗമായി ജനം ഉപയോഗിച്ചു തുടങ്ങി. തേനായിരുന്നു അത്. തേൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും കച്ചവടം ചെയ്യാനും ഒക്കെ തുടങ്ങി. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു സക്കാത്തിന്റെ ലിസ്റ്റിൽ തേനിനെയും പെടുത്തി, തേനിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെയും കണക്ക് പറഞ്ഞിട്ട് സക്കാത്ത് കൊടുക്കണേ. ഇന്ന് കോടാനുകോടികൾ ആസ്തിയുള്ള മനുഷ്യരുണ്ട് വിവിധ രൂപത്തിൽ. ചില ആളുകൾ ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങുന്നവർ, ലക്ഷങ്ങളുടെ കോടികളുടെ വരുമാനം മാസത്തിൽ വർഷത്തിലുള്ള ആളുകളുണ്ട്. അവരും പറയുന്ന ന്യായം എന്താണെന്നറിയോ? ഞങ്ങൾ സക്കാത്തിന്റെ ബാധ്യസ്ഥരല്ല, കാരണം സക്കാത്തിൽ പറയുന്ന സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അതിനൊക്കെ ഏറ്റവും കൂടുതലായിട്ടും ഏറ്റവും അധികവും വെള്ളിയുടെ മൂല്യത്തിനനുസരിച്ച് 595 ഗ്രാം വെള്ളിയുടെ മൂല്യമാണ് ഭൂരിപക്ഷം വരുന്ന സമ്പാദ്യത്തിലും. ഇന്ന് നമ്മുടെ കയ്യിലുള്ള നാം ഉപയോഗിക്കുന്ന ഭൂരിപക്ഷം ധനത്തിലും വെള്ളിയുടെ മൂല്യത്തിനോട് തുലനം ചെയ്തുകൊണ്ട്, അതുപോലെ ഒരുവിധപ്പെട്ടതിലെല്ലാം കച്ചവടവുമായി ബന്ധപ്പെട്ട മസാലകൾ തുലനം ചെയ്തുകൊണ്ട് അവിടെ ഒക്കെ സക്കാത്ത് കൊടുത്തേ മതിയാകൂ. സക്കാത്ത് ബാധകമല്ലാത്തത് വളരെ അപൂർവം മാത്രമേ ഉണ്ടാവുവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരുടെ ധനവും അവരുടെ ആസ്തിയും മനസ്സിലാക്കി താരതമ്യേന 595 ഗ്രാം വെള്ളിയുടെ മൂല്യം, അതായത് 595 ഗ്രാം വെള്ളി എന്ന് വാങ്ങണമെങ്കിൽ എത്ര പണമാണോ വേണ്ടത്, അതിന് തുല്യമായ അളവിലുള്ള സമ്പത്ത് നിശ്ചിത കാലയളവ് വരെ തന്റെ അധീനതയിലുണ്ട് എങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ചോദിക്കണം, പഠിക്കണം. ഇന്ന രൂപത്തിലാണ് എന്റെ ആസ്തി, എന്റെ ധനം ഇന്നതാണ്, അതിൽ സക്കാത്ത് കൊടുക്കണോ എന്നത് ചോദിച്ച് മനസ്സിലാക്കി ആ വിഷയത്തിൽ തീർപ്പിലെത്തണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.